ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ സ്പീഡ് ആൻഡ് ടൈം എന്നുള്ള ചാപ്റ്ററിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എ മാൻ വാക്കിംഗ് അറ്റ് 3/4 ഓഫ് ദ സ്പീഡ് റീച്ചസ് ഹിസ് ഓഫീസ് ലേറ്റ് ബൈ 2 hours. വാട്ട് ഈസ് ദ യൂഷ്വൽ ടൈം? 3 hours, 5 hours, 6 hours, 12 hours. എന്താണ് ഒരാള് 3/4 സ്പീഡ്, അയാളുടെ ശരിക്കുള്ള സ്പീഡിന്റെ 3/4 എടുത്തുണ്ട് വെച്ചെങ്കിൽ അയാൾ ഓഫീസിൽ എത്തുന്നത് ലേറ്റ് ബൈ 2 hours. 2 hours ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. ഏതാണ് അയാളുടെ യൂഷ്വൽ ടൈം? അപ്പൊ 3/4 ഓഫ് ദ സ്പീഡ് എന്ന് പറയണത് എടുത്തുണ്ട് വെച്ചെങ്കിൽ അപ്പൊ അയാള് എത്ര ടൈമാണ് എടുക്കുക? 4/3 ഓഫ് യൂഷ്വൽ ടൈം ആണ് എടുക്കുക. യൂഷ്വൽ ടൈം 4/3 ഓഫ് യൂഷ്വൽ ടൈം അല്ലെ? അപ്പൊ യൂഷ്വൽ ടൈം എങ്ങനെ കാണാ? യൂഷ്വൽ ടൈം ഈക്വൽ ടു 4/3 ഓഫ് യൂഷ്വൽ ടൈം. അതിന്റെ കൂടെ എത്ര കൂട്ടണം? 2 hours കൂടി കൂട്ടണം അല്ലെ? ടൈം പ്ലസ് 2 hours. അപ്പൊ ഈ യൂഷ്വൽ ടൈം ഇവിടെ ഉണ്ട്, ഈ 4/3 ഉണ്ട്. 1 - 4/3 ഓഫ് യൂഷ്വൽ ടൈം അല്ലേ വരിക? 1 - 4/3 ഓഫ് യൂഷ്വൽ ടൈം എന്ന് പറയണത് അപ്പൊ എത്രയാവും? 2 hours ആവും. അതെന്ന് പറയണത് എത്രയാണ്? 1/3 ഓഫ് യൂഷ്വൽ ടൈം ആണ് ഏതെന്ന് പറയണത്? 2 hour എന്ന് പറയണത്. അപ്പൊ ശരിക്കും യൂഷ്വൽ ടൈം എത്രയാവും? 2 × 3 hours. That's equal to 6 hours. 6 മണിക്കൂറാണ് അയാളുടെ ശരിക്ക് നടന്ന് എത്തണം ചെങ്ങയുള്ള ടൈം. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. Walking at 5/4 of the usual speed, I reach my office 12 minutes too early. What is the usual time? 48 minutes, 60 minutes, 70 minutes, 80 minutes. എങ്ങനെയാണ്? 5/4 ഓഫ് യൂഷ്വൽ ടൈം അല്ലെ? യൂഷ്വൽ സ്പീഡ്. അപ്പൊ 5/4 ഓഫ് യൂഷ്വൽ സ്പീഡാണ് എടുക്കണേച്ചെങ്കിൽ ടൈം എന്താവും? 4/5 ഓഫ് യൂഷ്വൽ ടൈം ആവും അല്ലേ? യൂഷ്വൽ ടൈം ആവും. അപ്പൊ യൂഷ്വൽ ടൈം എന്ന് പറയണത് അപ്പൊ എന്താവും? യൂഷ്വൽ ടൈം എന്ന് പറയണത് 4/5 ഓഫ് യൂഷ്വൽ ടൈം പ്ലസ് 12 മിനിറ്റ്സ് അല്ലേ? 12 മിനിറ്റ്സ് ഏർലി ആയിട്ട് എത്തി. ശരിക്കും യൂഷ്വൽ ടൈം എന്ന് പറയണത് 4/5 ഓഫ് യൂഷ്വൽ ടൈമും 12 മിനിറ്റും കൂടിയാലാണ് ശരിക്കുള്ള യൂഷ്വൽ ടൈം നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ഇതിന്ന് എന്താ എഴുതാം? 1 - 4/5 ഓഫ് യൂഷ്വൽ ടൈം ഈക്വൽ ടു 12 മിനിറ്റ്സ്. ഓക്കെ, അപ്പൊ എന്ത് വരും? 5 - 4 1 ആണ്. 1/5. 1/5 ഓഫ് യൂഷ്വൽ ടൈം എന്ന് പറയുന്നതാണ് 12 മിനിറ്റ്. അപ്പൊ യൂഷ്വൽ ടൈം എങ്ങനെയാണ് കാണുക? യൂഷ്വൽ ടൈം എന്ന് പറയുന്നത് 12 × 5 ഈക്വൽ ടു 60 മിനിറ്റ്സ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. അതായത് 5/4 ഓഫ് യൂഷ്വൽ സ്പീഡ് ആണ് വെച്ചെങ്കിൽ ടൈം നമ്മൾ എങ്ങനെയാണ് പറയാ? ഇതിന്റെ റെസിപ്രോക്കല്, അതായത് 4/5 ഓഫ് യൂഷ്വൽ ടൈം ആണ്. അപ്പൊ യൂഷ്വൽ ടൈം എന്ന് പറയുന്നത് 4/5 ഓഫ് യൂഷ്വൽ ടൈമും 12 മിനിറ്റ്സ് ഏർലി ആണ് എത്തിയത്. അപ്പൊ അയാൾക്ക് എത്തിയതും പിന്നെ 12 മിനിറ്റും കൂടിയാലാണ് ശരിക്കും യൂഷ്വൽ ടൈം ആവണത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയ യൂഷ്വൽ ടൈം ഈക്വൽ ടു 4/5 ഓഫ് യൂഷ്വൽ ടൈം പ്ലസ് 12 മിനിറ്റ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് യൂഷ്വൽ ടൈം എങ്ങനെയാ കണ്ടുപിടിക്കുക? 60 മിനിറ്റ്സ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് എ മാൻ goes to a place at an average speed of 10 km/h and then returns at the average speed of 15 km/h,
Find his average speed during the whole journey. 12 km per hour, 12.5 km per hour, 13 km per hour, 15 km per hour. Average speed journey. Average speed കാണാൻ എന്ത് വേണം? എക്സ് ആണ് പോയത്, വൈ ആണ് വന്നത് എന്ന് വിചാരിക്കാം. ഒരു പ്ലേസിലേക്ക് പോയതിന്റെ സ്പീഡ്, പിന്നെ വന്നതിന്റെ സ്പീഡ് വൈ. എക്സ് പോയതും വൈ വന്നതുമാണ് വെച്ചുകഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2xy/x+y കണ്ടാൽ മതി. ഇതിൽ അപ്പൊ എന്താണ്? 2 × x എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 10 km per hour അല്ലെ? y എന്ന് പറയുന്നതോ 15 km per hour ഡിവൈഡഡ് ബൈ 10 + 15 equal to 2 × 10 × 15 divided by 25. 25 വരുമ്പോൾ എന്ത് വരും? 3. ഇവിടെ ആകുമ്പോഴോ 2 വരും. എത്രയാണ് വരിക? 12 km per hour. ഇതാണ് ആൻസർ. അപ്പൊ ആവറേജ് സ്പീഡ് കാണാൻ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്തു ഇത്ര കിലോമീറ്റർ പെർ അവറില്, അവിടെ നിന്ന് തിരിച്ച് ഇത്ര കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ആവറേജ് സ്പീഡ് കാണാൻ 2 × പോയത് ഇൻറ്റു വന്നത് ഡിവൈഡഡ് ബൈ പോയ സ്പീഡ് പ്ലസ് വന്ന സ്പീഡ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. 2xy ഡിവൈഡഡ് ബൈ x+y. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. The distance between two stations A and B is 300 kilometer. One train leaves station A towards station B at the average speed of 40 km per hour. At the same time, another train leaves station B towards A at the average speed of 80 km per hour. The distance from the station A where the two trains meet is 80 km, 100 km, 200 km, 160 km. ഇതിൽ എന്താണ് വരിക? അതായത് രണ്ട് ട്രെയിൻ എയും ബിയും, ഡിസ്റ്റൻസ് രണ്ട് ട്രെയിനിൻ്റെയും തമ്മിലുള്ളത് 300 കിലോമീറ്റർ ആണ് അല്ലേ? ഒരു ട്രെയിൻ സ്റ്റേഷൻ എ ടുവേർഡ്സ് സ്റ്റേഷൻ ബി അറ്റ് ആൻ ആവറേജ് സ്പീഡ് തന്നിട്ട് 40 km per hour. അനദർ ട്രെയിൻ സ്റ്റേഷൻ ബിന്ന് എയിലേക്ക് 80 km per hour. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ദ സ്റ്റേഷൻ എ വേർ ദ ടു ട്രെയിൻസ് മീറ്റ് ഈസ്, അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് എന്താണിത് തന്നിട്ട്? റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസ് അല്ലേ? അത് നമുക്ക് എഴുതാൻ സാധിക്കും. എങ്ങനെയാണ് എഴുതുക? റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് കവേർഡ് ratio of distance covered ഈ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് സ്പീഡ് ആണ് അല്ലെ? റേഷ്യോ ഓഫ് സ്പീഡ് ആണ്. അതെന്ന് പറയുന്നത് എത്രയാണ്? ഒന്ന് 40, ഒന്ന് 80. അപ്പോൾ 40:80. ഇതെന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം? 1:2 ആണ് അല്ലേ? 40:80 എന്ന് പറയുന്നത് 4:8 ആണ്, അതോ 1:2 ആണ്. അപ്പൊ റേഷ്യോ ഓഫ് ദ സ്പീഡ് നമ്മൾ കണ്ടു. ഇനി ഡിസ്റ്റൻസ് കവേർഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1:2. ആകെ ഉള്ളത് 300 ആണ്. 1:2 എന്ന് വെച്ചെങ്കിൽ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഡിസ്റ്റൻസ് കവേർഡ് ആർ എത്രയാണ്? 300ന്റെ 1/3 അല്ലേ? അപ്പൊ 100 ആൻഡ് 2 × 100 200. അപ്പൊ 100ഉം 200ഉം ആകെ 300 അല്ലേ? 200 ഡിസ്റ്റൻസ് കവേർഡ് ആണ്. ഇനി അപ്പൊ എന്താണ് നമുക്ക് ചോദിച്ചേക്കണേ? ദ ഡിസ്റ്റൻസ് ഫ്രം സ്റ്റേഷൻ എ വേർ ദ ടു ട്രെയിൻസ് മീറ്റ്. ഡിസ്റ്റൻസ് അപ്പൊ എത്രയാണ് ഡിസ്റ്റൻസ്?
100 kilometer അല്ലേ? Distance from station A where the two trains met is 100 kilometer ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. 2 persons starts walking in the same direction at 5 km per hour and 4 km per hour respectively. In how many hours will they be 45 km apart? അല്ലേ, രണ്ടാൾക്കാർ നടക്കുകയാണ്, സെയിം ഡയറക്ഷനിലാണ് നടക്കുന്നത്. 5 km per hour-ഉം 4 km per hour-ഉം. എത്ര അവേഴ്സ് കഴിഞ്ഞാലാണ് അവര് 45 കിലോമീറ്റർ, അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 45 കിലോമീറ്റർ ആവുക. അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 45 കിലോമീറ്റർ ആവുക എത്ര അവേഴ്സ് കഴിഞ്ഞാലാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഒരേ ഡയറക്ഷനാണ്. അപ്പൊ നമുക്ക് റിലേറ്റീവ് സ്പീഡ് എങ്ങനെ എഴുതാം? റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 5 - 4, അതായത് 1 km per hour ആണ് റിലേറ്റീവ് സ്പീഡ്. അപ്പൊ എത്ര ആണ്? 45 കിലോമീറ്റർ ആണ് ആവേണ്ടത്. അപ്പോൾ അവേഴ്സ് എങ്ങനെയാണ്? 45 ഡിവൈഡഡ് ബൈ E1 ഈക്വൽ ടു 45 hours കഴിഞ്ഞാലാണ് അവര് 45 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരിക. അപ്പോൾ 45 hours ആണ് കഴിയേണ്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും, ബാങ്ക് എക്സാം, പിന്നെ PSC എക്സാംസ്, ഇതിനെല്ലാത്തിനും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ഒരു ചാപ്റ്റർ. നിങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിച്ചെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ആൻസർ എഴുതാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇനിയും കൂടുതൽ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.